ഞങ്ങളെ തുടർന്നും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ആരാധനയുടെ പ്രാരംഭം ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് മുതൽ 29-ാം തീയതി വരെയാണ് നമ്മുടെ സ്ലീഹാ നോമ്പ് ആരംഭിക്കുന്നത്, ഫാസ്റ്റ് ഓഫ് അപ്പോസിൽസ്. ആ സ്ലീഹാ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അവരുടെ മിഷൻ, അവർ ചെയ്തിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയൊക്കെയാണ് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സഭയിൽ ഈ സമയത്താണ് അച്ഛന്മാർക്ക് വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഓർഡിനേഷൻ ഒക്കെ ക്രമീകരിക്കുന്നത്. ഇന്ന് അതിനോടൊപ്പം നമ്മൾ ഫാദേഴ്സ് ഡേ കൂടെ ആചരിക്കുന്നു. ഇതിവിടെ വന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും പ്രത്യേകമായിട്ട് സന്തോഷകരമായ ഫാദേഴ്സ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു. അപ്പന്മാർ പലപ്പോഴും അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പാടി നടക്കും എല്ലാവരും. എന്നാൽ അപ്പന്മാരുടെ സഹനം, അപ്പന്മാരുടെ ജീവിതത്തിൻ്റെ ആ കഷ്ടതകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അതൊക്കെയാണ് ഒരു കുടുംബത്തെ കൂടുതലായിട്ട് കെട്ടുപണിയുന്നത്. അതുകൊണ്ട് എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് നിങ്ങളുടെ പിതാക്കന്മാർ എപ്രകാരമാണോ നിങ്ങളെ നടത്തിയത് അതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ മക്കളെ ദൈവരാജ്യത്തിൽ ആദായപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഫാദേഴ്സ് ഡേയുടെ ആശംസകളും അറിയിക്കുന്നു. ഇന്ന് നമ്മളവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് നമ്മളുടെ ഇടവകയിലെ സ്പിരിച്വൽ ഗ്രേറ്റ് ഫാദറാണ്. നമുക്കറിയാം, ചാക്കോ അച്ഛനാണ് ഇന്ന് നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. അച്ഛനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛൻ സ്വീകരിച്ചു. അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ വാക്കുകളും ഇടപെടലുകളുമൊക്കെ നമുക്കെന്നും പ്രചോദനമാണ്. അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം സന്തോഷത്തോടെ ദൈവവചന ധ്യാനത്തിനായി ക്ഷണിക്കുന്നു. Praise the Lord. Once again, I wish a happy Father's Day to all the fathers. ഇന്ന് നാം സഭയായിട്ട് ആഘോഷിക്കുന്ന ഒരു നോമ്പിൻ്റെ നാളാണ്. മാർത്തോമാ സഭയ്ക്ക് 5 നോമ്പുകൾ ഉണ്ട്. എന്നാൽ അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ഈ 5 നോമ്പുകൾ മാറ്റപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മുടെ ഭരണഘടനയും അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ആചരിക്കുന്നതായ നോമ്പിനെ പറ്റി നാം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ 5 നോമ്പുകൾ, ഒന്ന് 3 നോമ്പ് അല്ലെങ്കിൽ യോനാ നോമ്പെന്നൊക്കെ പറയും. 3 ദിവസം ഉള്ളതായ അനുതാപത്തിൻ്റെ നാളുകൾ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് നമ്മുടെ വലിയ നോമ്പ്. അതെല്ലാവർക്കും അറിയാം, 50 ദിവസത്തെ നോമ്പ്. മൂന്നാമത്തേതാണ് ശ്ലീഹാ നോമ്പ് എന്ന് പറയുന്ന ഈ ദിവസം ആരംഭിക്കുന്നതായ നോമ്പ്. അപ്പോസ്തലന്മാരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു വിളിച്ചതും നിയോഗിച്ചതുമായിട്ടുള്ളതായ കാര്യങ്ങൾ ഈ ദിവസം നാം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ വിളിയും നിയോഗവും നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ വിധത്തിലാണ് ശിഷ്യന്മാരെ വിളിച്ചതും നിയോഗിച്ചതും കാണുന്നത്. ഏതായാലും സമവീക്ഷണ സുവിശേഷം അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന്
പറയുന്ന 3 സുവിശേഷങ്ങളിൽ ഈ 12 പേരുടെയും പേരുകൾ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ പേരുകൾ ഒക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇവരിൽ 6 പേരെങ്കിലും യേശുവിൻ്റെ അർത്ഥ സഹോദരന്മാരായിരുന്നുവോ എന്ന് തോന്നും. അത് വ്യക്തമല്ല. കാരണം യേശുവിൻ്റെ ഈ അർത്ഥ സഹോദരന്മാരെന്ന് പറയുന്നത് കന്യകമറിയാമിൻ്റെ സഹോദരിയ ശലോമയുടെയും സെബദിയുടെയും മക്കളായിരുന്നു യാക്കോബും യോഹന്നാനും. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായി. അതുപോലെ വേറെ ഒരു മറിയ, മറ്റേ മറിയ എന്നും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ എന്നും കാണുന്നുണ്ട്. അവരുടെ മക്കൾ യാക്കോബും യോസയും ആണ്. എന്നാൽ ഈ അപ്പോസ്തലന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ അൽഫായുടെ മകനായ യാക്കോബ്, അൽഫായുടെ മകനായ യോസെ, ഇവരെ പറ്റി പറയുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഒരേ ആളുകളാണോ എന്ന് സംശയിക്കും. യേശു താൻ ജനിച്ചു വളർന്നതായ നസറേത്തിൽ അവരുടെ സിനഗോഗിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം അതിശയിച്ചു. ഇവനാ തച്ചൻ്റെ മകനല്ലേ യേശു? അവൻ്റെ സഹോദരന്മാരെ എല്ലാം നമുക്കറിയാമല്ലോ. യാക്കോബ്, യോസെ, യൂദ, ശിമയോൻ എന്നിവരല്ലേ. പക്ഷേ ഇതുവരെ ഉള്ളതുപോലല്ല. ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? റബിമാരെക്കാൾ കൂടുതൽ ജ്ഞാനത്തോടു കൂടെ, അധികാരത്തോടു കൂടെ ന്യായപ്രമാണം വിവരിക്കുന്നു. അതുകൊണ്ട് ഇവൻ ഈ തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ഒരുതരം ഗൗരവമായിട്ടെടുക്കാതെ ഇരുന്നു. യേശു അന്ന് പറഞ്ഞു, വൈദ്യ നീ നിന്നെ തന്നെ ചികിത്സിക്ക എന്നൊക്കെ നിങ്ങൾ പറയും. ഇസ്രായേലിലെ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിട്ട് ഒരു വിദേശിയായിട്ടുള്ള ഒരു പ്രജാതിക്കാരനായ നയമാൻ മാത്രമേ കുഷ്ഠരോഗം മാറി ഉണ്ടായിട്ടും സെറാപ്തയിലെ ഒരു വിജാതിയായ വിധവയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുള്ളൂ, സൗഖ്യം അനുഗ്രഹം ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങളെ ഇരുത്തുകയാണ്, മറ്റുള്ളവരെ ഉയർത്തുകയാണെന്ന ചിന്തയോടുകൂടെ അവനെ കല്ലെറിയണം അല്ലെങ്കിൽ തള്ളി താഴെ ഇടണമെന്ന് പറഞ്ഞ് അവരൊരുങ്ങി. അവരുടെ മധ്യത്തിലൂടെ യേശു കടന്നു പോകുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് നിയോഗിച്ചതിനെക്കുറിച്ച് മർക്കോസ് പറയുന്നത്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനുമായിട്ട് ഈ 12 വരെ അയച്ചു എന്ന് പറയുന്നു. ലൂക്കോസ് പറയുന്നത് യേശു തനിക്ക് 30 വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ ദൂതറിയിപ്പാനായിട്ട് ഇറങ്ങി. യോഹന്നാനാൽ സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മ നിറവോടുകൂടെ മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. സാത്താനിൻ്റെ മേൽ വിജയം വരിച്ച് അവൻ ഗലീലയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സിനഗോഗുകളിലും ഒക്കെ പ്രസംഗിച്ച് അനേകരെ സൗഖ്യമാക്കുകയും അനേകരെ അവൻ്റെ ശിഷ്യരായിട്ട് കൂടെ വരികയും ചെയ്തു. അങ്ങനെ പോകുന്നിടത്തെല്ലാം അവനെ പിൻഗമിക്കുന്നതായ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെ ശിഷ്യരെന്നാണ് പറയുന്നത്. എന്നാൽ ലൂക്കോസ് പറയുന്നത് അവൻ തൻ്റെ ഈ ശിഷ്യഗണത്തിൽ നിന്നും
ചിലരെ വേർതിരിച്ചെടുക്കുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ദിവസം മലയിൽ കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അതിരാവിലെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതാ അവനെ കേൾക്കുവാൻ ധാരാളം ആളുകൾ വരുന്നു. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു എന്നാണ് ലൂക്കോസ് 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവരെല്ലാവരും ശിഷ്യന്മാരാണ്. പക്ഷേ അവരിൽ നിന്ന് 12 പേരെ പ്രത്യേക കാര്യത്തിന്, 3 കാര്യമാണ് മർക്കോസ് പറയുന്നത്. തന്നോടുകൂടെ ഇരിക്കണം, പ്രസംഗിക്കേണ്ടതിന് അയക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഇതാണ് അവർക്ക് കൊടുത്തതായ നിയോഗമായിട്ട് പറയുന്നത്. യേശു ഈ 12 പേരെ താൻ പോകുന്നിടത്തെല്ലാം തൻ്റെ പ്രസംഗം കേൾക്കുന്നതിനും താൻ ചെയ്യുന്നതെല്ലാം അറിയുന്നതിനും ആയിട്ട് കൊണ്ടുപോയി. ഉപമകളിൽ കൂടെ യേശു ജനങ്ങളെ ഉപദേശിച്ചു. ആ ഉപമകളിൽ കൂടെയെല്ലാം അവർ ദൈവരാജ്യത്തിൻ്റെ ദൂത് മനസ്സിലാക്കി. യോഹന്നാൻ പറഞ്ഞതുപോലെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നും ദൈവത്തിൻ്റെ ഒരു പുതിയ അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ യേശു ഉപമകളിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാരത് കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇങ്ങനെ മാത്രമല്ല, അനേക രോഗികൾക്ക് സൗഖ്യം വരുത്തും, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതെല്ലാം നടത്തി കുറേ നാൾ അവരെ പരിശീലിപ്പിച്ചു. അതിനുശേഷം അവർ എത്രമാത്രം പഠിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നറിയണം. അതിനായിട്ട് ഒരു പരീക്ഷ നടത്തി 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങളെ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ ജനങ്ങളുടെ ഇതായിട്ടുള്ള അഭിപ്രായം കേട്ടു. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണെന്ന്, ചിലർ പറഞ്ഞു ഏലിയാവിനെ പോലെയുള്ള ഒരാൾ ഏലിയാവായിരിക്കും, വേറെ ചിലർ പറഞ്ഞു പ്രവാചകന്മാരായ യിരെമ്യാവിനെ പോലെയോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണ് യേശുവിനെ പറ്റി ജനങ്ങൾ മനസ്സിലാക്കി. ഇത് അവർ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു 2ാമത്തെ ചോദ്യം അവരോട്, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയും? ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറഞ്ഞത് പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് പറഞ്ഞു, ബർ യോനാ ശിമോനെ, യോനായുടെ മകനായ ശിമോനെ, നീ ഇത് പറഞ്ഞത് നിന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് തന്നതായ ആ അറിവാണ് ഇത് എന്ന് പറഞ്ഞവനെ അവനോട് പറഞ്ഞു, പത്രോസ് ഒരു ചെറിയ ഇളക്കപ്പെരുക്കക്കാരനാണ്, ഏതിനു മുൻപ് ചാടുന്ന. അവനെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് പറഞ്ഞു, നീ പത്രോസാകുന്നു അല്ലെങ്കിൽ കേപ്പ ആകുന്നു, ഉറപ്പുള്ളവനാ, പാറയെ പോലുള്ള അവനാണ്. നീ പറഞ്ഞ വിശ്വാസം ഉറപ്പുള്ളതായിട്ട് ഇരിക്കണം എന്ന വിധത്തിൽ അവനെ കേപ്പ, പത്രോസ് എന്ന് വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. എന്നാൽ അതിനുശേഷം യേശു പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്, മനുഷ്യപുത്രൻ മനുഷ്യരാൽ തള്ളപ്പെടും, അവർ അവനെ ഉപദ്രവിക്കും, പീഡിപ്പിക്കും, അവനെ ന്യായവിസ്താരം നടത്തി റോമാക്കാരുടെ കയ്യിൽ കൊടുത്ത് ക്രൂശിക്കും, അവൻ മരിക്കും, മരിച്ചതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. യേശുവിനെ മറ്റുള്ളവർ പീഡിപ്പിക്കുമെന്നും അവൻ ക്രൂശിക്കപ്പെടുമെന്നും മരിക്കുമെന്നും കേട്ടപ്പോൾ പത്രോസിനെ പറഞ്ഞു, അത് പാടില്ല കർത്താവേ, അത് വേണ്ട, നീ ഒരിക്കലും അതിനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പത്രോസ്. ഉടനെ യേശു പറഞ്ഞത് എന്താ? സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെ ഹിതമല്ല മനുഷ്യൻ്റെ ഹിതമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ്
അവനെ ശാസിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. താൻ ഈ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതും മാത്രമല്ല, അനേകർക്ക് വേണ്ടി ജീവനർപ്പിക്കുവാൻ തള്ളപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. യേശു ഒരിക്കലല്ല, കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഈ കാര്യം അവരോട് പറഞ്ഞു. പക്ഷേ അതൊന്നും അവർക്ക് മനസ്സിലായില്ല. യേശുവിനോട് കൂടെ ഇരുന്ന് പഠിച്ചതാണ് അവർ. പല കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ പഠിച്ചത് മാത്രമല്ല, അവരെ പ്രായോഗികമായിട്ട് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാൻ അവരെ ഈ 2 പേരായിട്ട് അയക്കുന്നതായിട്ട് കാണും. അവരോട് പറഞ്ഞു, 2 ഉടുപ്പും പണവും ഒന്നും കരുതണ്ട, പോകുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ലളിയ വിധത്തിൽ പോകണം. പക്ഷേ അവരെ അയച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ എല്ലായിടത്തും പോകണ്ട, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ അഥവാ ഇസ്രായേല്യരായ ആളുകളുടെ അടുക്കൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞാണ് അവരെ അയച്ചത്. അവർ പോയി. അങ്ങനെ ആളുകൾ അവരെ സ്വീകരിച്ചു. അവർ ദൈവരാജ്യത്തിൻ്റെ കാര്യം യേശു പഠിപ്പിച്ചതൊക്കെ അവരോട് പറഞ്ഞു. ദൈവരാജ്യത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുവാൻ, അനേക രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം യേശുവിൻ്റെ അധികാരത്തോടു കൂടെ എണ്ണ തേച്ച് രോഗികൾക്ക് സൗഖ്യം വരുത്തി, ഭൂതങ്ങളെ പുറത്താക്കി. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് തിരിച്ചു വന്നു. യേശു സന്തോഷിച്ചു. അവരെ നിയോഗിച്ച കാര്യം അവർ ചെയ്തു. അല്പനാൾ കഴിഞ്ഞപ്പോൾ യേശു പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനോട് പ്രാർത്ഥിക്കാനായിട്ട് പറയണം, വേലക്കാരെ അയക്കാനായിട്ട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് 70 പേരെ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് വിളിച്ച് അവരെയും അയച്ചു. ഈ ശിഷ്യന്മാരെ അയച്ചതുപോലെ അവരെയും അയച്ചു. അവരും പോയി ചെന്ന് അവർക്കും രോഗസൗഖ്യം വരുത്തുന്നതിനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും ഉള്ള എല്ലാ അധികാരങ്ങളോടും കൂടെയാണ് അയച്ചത്. അവർ പോയി ചെന്നു. തങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളതായ അത്ഭുതങ്ങൾ അവരിൽ കൂടെ നടക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അവർ മടങ്ങി വന്നു. അവരെ കൂട്ടിക്കൊണ്ട് യേശു സംഭാഷിക്കുന്നതായ സമയത്ത് അവർ പറഞ്ഞു, കർത്താവേ, അതിശയമാണ്, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് അനുസരിക്കുന്നു, അവർ പുറപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആ ഭൂതങ്ങൾ പുറത്താകുന്നു, പുറപ്പെട്ടു പോകുന്നു എന്നുള്ളതിൽ നിങ്ങൾ അതിശയിക്കണ്ട. ഭൂതങ്ങൾ ആകെപ്പാടെ പോയതാണ്, ഞാനത് കണ്ടതാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പറയാം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിൽ സന്തോഷിച്ചാൽ മതി. ശിഷ്യന്മാരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, അതിലാണ് അവർ സന്തോഷിക്കേണ്ടത്, അല്ലാതെ അവർ ചെയ്ത കാര്യത്തിലോ ഒന്നും അല്ല എന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരെ തൻ്റെ ദൗത്യം അറിയിപ്പാൻ, ദൈവരാജ്യം പ്രസംഗിപ്പാൻ അയച്ചതാണ് നമ്മളെ കാണും. എന്നാൽ ഈ ശിഷ്യന്മാർ തന്നോട് കൂടെ വസിച്ചാണ്, തന്നോട് കൂടെ ഇരുന്നാണ് ഇതെല്ലാം പഠിച്ചത്. പിന്നെ പ്രസംഗിക്കേണ്ടതിന് അയച്ചതും നാം കണ്ടു, ഭൂതങ്ങളെ പുറത്താക്കുന്നതും നാം കണ്ടു. ഇതെല്ലാം ശിഷ്യന്മാർക്ക് ദൈവം നൽകി. എന്നാൽ ഇത് മാത്രമല്ല, കർത്താവ് അവരോട് പറഞ്ഞത്, മനുഷ്യപുത്രൻ മനുഷ്യരാൽ തള്ളപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, അവൻ കുരിശ് മരണം അനുഭവിക്കും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അത് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. അവരിൽ 3 പേർക്ക് പ്രത്യേകം പരിഗണന കർത്താവ് നൽകിയിരുന്നു, എന്നാൽ മറ്റാരെയും അവഗണിച്ചതായിട്ടും കാണുന്നില്ല. അവരെ ഒരു ദിവസം 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് ഒരു ഉയർന്ന മലയിൽ പോയി. താബോർ മലയെന്ന പേരാള മലയായിരിക്കും.
ആ മലയിൽ പോയി രാത്രി മുഴുവൻ കർത്താവ് വീണ്ടും പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരുങ്ങി. പക്ഷേ ഉറക്കം വന്നു, അവർ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു വലിയ പ്രകാശം കണ്ടവർ ഞെട്ടിയുണർന്നു. അവർ നോക്കുമ്പോൾ യേശു മാത്രമല്ല, വേറെ രണ്ടുപേരും കൂടെ നിൽക്കുന്നു. ആരാണെന്നും അവർക്ക് മനസ്സിലായി. അവർ മോശയും ഏലിയാവുമാണ്. മോശയും ഏലിയാവും ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പ്രതിനിധികളാണ്. അവർ യേശുവിനോട് പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നതനുസരിച്ച് നീ യെരുശലേമിൽ പീഡിപ്പിക്കപ്പെടുകയും കുരിശുമരണം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അതിലൂടെ അനേകർക്ക് രക്ഷയുണ്ടാകും. അതാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് പിതാവായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രകാശവും ഈ രണ്ടുപേരെയും കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇത് മതി, ഇവിടെ ഇരുന്നാൽ മതി, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 3 കുടിലുണ്ടാക്കാനായിട്ട് പത്രോസ് അഭിപ്രായപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ മേഘം വന്ന് അവരെ മറച്ച് യേശുവിനെ മുമ്പ് കാണുന്നത് പോലെ അവർ കണ്ടു എന്നവർ. ഇങ്ങനെ പ്രത്യക്ഷനായ അനുഭവം ഉണ്ടായതിനു ശേഷം യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊന്നും ഇപ്പോഴാരോടെയും പറയരുത്. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ കണ്ട കാര്യം നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അത് അവർ പാലിക്കുകയും ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കർത്താവിൽ പ്രിയരെ, ശിഷ്യത്വത്തിലേക്കുള്ളതായ വിളി എല്ലാവർക്കുമാണ്. യേശു പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. എന്നെ അനുഗമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ക്രൂശും വേദനകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും ആ വിധത്തിൽ എന്നെ അനുഗമിക്കണം. അതുകൊണ്ട് സകലരും എൻ്റെ ശിഷ്യരാകണം എന്നുള്ളത് അത്രേ യേശു പറഞ്ഞത്. ശിഷ്യത്വത്തിലേക്ക് അനേകരെ വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എങ്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിക്കണം. അങ്ങനെ അനേകരെ വിളിച്ചു. ആ വിധത്തിലാണ് ശിഷ്യന്മാരും പഠിച്ചത്. അവർ മാത്രമല്ല, എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നവരെല്ലാം ഈ വിധത്തിൽ ശിഷ്യത്വം സ്വീകരിച്ച് യേശുവിനോട് കൂടെ പാർത്ത് പഠിക്കണമെന്നുള്ളതാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാർ ആ വിധത്തിൽ ചെയ്തു. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അവരെ കൂട്ടിവരുത്തി അവരുടെ പെസഹ ആചരിക്കുന്നതായ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത്, ഇതെൻ്റെ ശരീരം, ഞാൻ നിങ്ങൾക്കായിട്ടും അനേകർക്കായിട്ടും നൽകുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ്. ഈ പാനപാത്രത്തും എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുകയും ഞാൻ മരിക്കുകയും എൻ്റെ രക്തം നിങ്ങളെ രക്ഷിച്ചു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ അതൊന്നും വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. യേശുവിനെ പീഡിപ്പിച്ചതായ സമയത്ത്, ക്രൂശീകരിച്ച സമയത്ത് അവരെല്ലാം വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഒരാൾ തള്ളിപ്പറയുന്നു, ഒരാൾ യേശുവിനെ ഒറ്റക്കൊടുത്തു. ഇതെല്ലാം സംഭവിച്ചു. ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവരെ തൻ്റെ ദൗത്യം അറിയിപ്പാൻ അയച്ചു. ഇതെല്ലാം ചെയ്തതാണ്. പക്ഷേ ഇതാണ് സംഭവിച്ചത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം താൻ ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് പല വിധത്തിലുള്ള പ്രത്യക്ഷതകൾ ശിഷ്യന്മാർക്കൊക്കെയും നൽകി, മറ്റുള്ളവർക്കും നൽകി. അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവരേറെക്കുറെ മനസ്സിലാക്കി. അവരെ കൂട്ടിക്കൊണ്ട് ഒലിവ് മലയിൽ പോയി
അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. പരിശുദ്ധാത്മാവിനെ പിതാവ് വാഗ്ദത്തം ചെയ്തതല്ലോ, ആ പരിശുദ്ധാത്മാവിനെ അയക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും എൻ്റെ സാക്ഷ്യം വഹിക്കണം. അങ്ങനെ ഒരു ഭൂലോകം മുഴുവനും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം എന്ന് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷമാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർ യേശുവിനിൽ നിന്ന് പഠിച്ചതും യേശു അവരെ പറഞ്ഞതും ഒക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കിയത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് അവർ സാക്ഷ്യം വഹിച്ചു. ലോകം മുഴുവനും അനേകർ വിശ്വസിപ്പാനിടയായി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളിപ്പറഞ്ഞ് അത് കള്ളമാണ് എന്ന് പറഞ്ഞ് പറയുന്ന പുരോഹിതന്മാരെയും മറ്റേയും അവരതിനെ എതിർത്തു. അവർ ഇവരെ പീഡിപ്പിച്ചു, അവരെ തടവിലാക്കി, അവരെ പലവിധത്തിലുള്ളതായ ഉപദ്രവങ്ങൾ നടത്തി. പക്ഷേ പോകുന്നിടത്തെല്ലാം അവർ യേശുവിനെ സാക്ഷിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവനാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ടവർ ലോകം മുഴുവനും പോയി. അങ്ങനെ പോയപ്പോൾ അധികാരികൾക്കൊന്നും നടക്കുന്നില്ല. അവർ എത്രമാത്രം തടസ്സപ്പെടുത്തിയാലും അനേകർ വിശ്വാസികളായി വരുന്നു എന്ന് കണ്ടു. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ശിഷ്യന്മാർ സാക്ഷിച്ചു. അങ്ങനെ ശിഷ്യന്മാർ പലയിടങ്ങളിലേക്ക് പോയി. യെരൂശലേമിൽ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളത് അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ നാം വായിക്കുന്നു. പക്ഷേ മറ്റുള്ളവരൊക്കെ മറ്റു സ്ഥലങ്ങളിലായിരിക്കും. ദൈവരാജ്യത്തിൻ്റെ ദൂതറിയിപ്പാൻ വിളിച്ചതായ ശിഷ്യന്മാർ അവനോട് കൂടെ പാർത്തു, അവനിൽ നിന്ന് പഠിച്ചു, അവരെ അവൻ അയച്ചു. എന്നാൽ കർത്താവിൽ പ്രിയരെ, യേശു നമ്മെയും ശിഷ്യന്മാരാക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നമ്മെ യേശുവിനോട് കൂടെ പാർത്ത ശിഷ്യന്മാരെ പോലെയല്ല, യേശുവിൽ വസിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം യേശുവിൽ വസിക്കണം. യേശു എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവുമാണ് എന്ന് പറഞ്ഞ് നാം അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നാം അവനിലും അവൻ നമ്മിലുമായിട്ട് തീരുന്നു. അങ്ങനെ യേശുവിൽ വസിച്ച് അവൻ്റെ ശിഷ്യരായി തീരുവാൻ, അവനെ മനസ്സിലാക്കുവാൻ ആണ് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ ഉള്ളതായ വിളി നമുക്ക് നൽകുന്നുണ്ട്. യേശുവിനെ പോലെയാകണം. അതത്രേ നമ്മൾ പാടുന്നത്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവിൽ നിത്യം ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. Let the young people also sing more about Jesus, more about Jesus would I know, more of his grace to others show, more of his saving fullness see, more of his love who died for me. More about Jesus, more about Jesus, more of his saving fullness see, more of his grace love for who died for me. കർത്താവ് നമ്മെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. അവൻ്റെ ശിഷ്യരായിട്ട്, അവൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.